വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സമസ്ത. എല്ലാ ചട്ടങ്ങളും ലംഘിക്കുന്നതാണ് സർക്കാർ നടപടി. ഒരു ഇടപെടലും നടത്താത്ത ന്യൂനപക്ഷ കമ്മീഷൻ പിരിച്ചുവിടണം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സർക്കാർ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സമസ്ത യുവജന വിഭാഗം നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. 50% കേരളത്തിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന സംവിധാനം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന സംവിധാനം വെട്ടിക്കുറച്ചിട്ട് ഈ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്ന ശമ്പളം വാങ്ങി ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ന്യൂനപക്ഷ കമ്മീഷൻ പിരിച്ചുവിട്ടുകൂടെ? ഗവൺമെന്റ് വെട്ടിച്ചുരുക്കാൻ പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വെട്ടിച്ചുരുക്കാൻ പാടില്ലല്ലോ. ഇത് പുനഃസ്ഥാപിക്കണം, ഗവൺമെന്റ് തിരുത്തണം എന്നാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ കർശനമായി ഈ കാര്യത്തിൽ പറയുന്നത്. കോടതിയിൽ പോകാൻ ഇതിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി നമ്മൾ ഇത് ആവശ്യപ്പെടുക തന്നെ ചെയ്യും. മുബഷീർ പി അക്ബറിന്റെ വിശദാംശങ്ങളുമായി. മുബഷീർ, ഇത്തരത്തിൽ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതിൽ ന്യൂനപക്ഷ സംഘടനകളിൽ നിന്നൊക്കെ വലിയ വിമർശനം ഉയരുകയാണ്. സർക്കാരിനെതിരെ ഇപ്പോൾ സമസ്തയുടെ പ്രതികരണം അതിരൂക്ഷമായ ഭാഷയിലുള്ളതാണ്. തീർച്ചയായും വനിത, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്തയുടെ പോഷക സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയായിട്ടുള്ള SMF ആണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു നിലപാട് സർക്കാർ തിരുത്തണം എന്നുള്ളതാണ് SMF ആവശ്യപ്പെടുന്നത്. കാലങ്ങളായി ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയ മാറ്റമുണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്നുള്ളത്. UDF മന്ത്രിസഭയുടെ കാലത്ത് മഞ്ഞളാംകുഴി അലിയും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയൊരു പദ്ധതി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ വലിയ മുതൽക്കൂട്ടായി മാറിയിരുന്നു. പക്ഷേ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു പദ്ധതി തന്നെ പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യത്തിലെ അല്ലെങ്കിൽ ധനകാര്യ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വെട്ടിക്കുറക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ചെറിയ തുക വെട്ടിക്കുറച്ചതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് SMFന്റെ നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അബ്ദുൾ സമദ് പൂക്കോട്ടൂർ രൂക്ഷമായ ഭാഷയിലായിരുന്നു കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത്. ന്യൂനപക്ഷ കമ്മീഷൻ തന്നെ പിരിച്ചുവിടണം, ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടത് ന്യൂനപക്ഷ കമ്മീഷനാണ്. ഈ ഒരു കമ്മീഷന്റെ അറിവോടുകൂടിയല്ലാതെയാണ് ഇത്തരമൊരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഓർഡർ ഇറക്കിയതിനു ശേഷമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉൾപ്പെടെ ഇത് അറിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചെറിയ തുക മാത്രമായി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്തിരുന്നത്. ആ ഒരു തുക പൂർണ്ണമായും മാറ്റി വെട്ടിക്കുറക്കുന്നതിലൂടെ ഇവിടെയുള്ള ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് നടപടി എന്നുള്ളതാണ് SMF ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടായി തന്നെ SMFന്റെ നേതാക്കളുടെ പ്രതികരണത്തെ കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മഹല്ലുകൾ കേന്ദ്രീകരിച്ചുള്ള പലതരത്തിലുള്ള പരിപാടികൾ ഈ ഒരു വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് മഹല്ലുകളിലെ അണികൾക്ക് ആളുകൾക്കൊക്കെ തന്നെ ബോധവൽക്കരണം നൽകുമെന്നുള്ളതാണ് SMFന്റെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വരും. കാരണം കാലങ്ങളായി ഇത് സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ ഗുണം പറ്റിക്കൊണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടമുണ്ടാക്കിയ നിരവധി വിദ്യാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെയുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറിയ സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിൽ പൊറുതിമുട്ടിക്കൊണ്ട് തന്നെ അവരെ തന്നെ നിയമ നടപടി സ്വീകരിക്കും. വേണ്ടി വന്നാൽ SMF തന്നെ അതിനുവേണ്ട നിയമസഹായങ്ങൾ നൽകുമെന്നുള്ളതാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിനീത, ശരി. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ ഒക്കെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്.